ശ്രീ പാണ്ഡ്യാല ഷാജി, അടിയന്തരാവസ്ഥ കൊണ്ട് പ്രയോജനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലൊരു പരാമർശം ഇവിടെ വന്നു. അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അനുഭവവേദ്യമായിട്ട് ഉണ്ടോ? മറ്റൊരു കാര്യം, ഇവിടെ ആരാണ് യഥാർത്ഥ ഫാഷിസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോഴും. അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശ്രീ ഷാജിക്ക്? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഈ ചരിത്രമെന്ന ഒരു സംഭവത്തെ വിലയിരുത്തുമ്പോൾ അതിന് വളരെ കൃത്യമായിരിക്കുന്ന വികാസ പരിണാമ ഘട്ടങ്ങളുണ്ട് ചരിത്രമെന്ന സംഭവത്തിന്. ഇപ്പോൾ വികാസ പരിണാമ ഘട്ടങ്ങളിലൂടെയാണ് ചരിത്രത്തെ നമ്മൾ വീക്ഷിക്കുകയും വിലയിരുത്തുകയും. അത് വളർച്ച എന്നാണ് അതിനർത്ഥം. ഈ വളർച്ച എന്ന അർത്ഥത്തിനനുസരിച്ചാണ് ജനാധിപത്യവും വികസിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ വികാസത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള അവകാശമാണ്. ഈ അവകാശം ലംഘിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? അവിടെ ജനാധിപത്യത്തിന് ബേസിക്കായ കുഴപ്പം സംഭവിക്കുന്ന അർത്ഥം. പക്ഷേ ഇതേ സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം തന്നെ ഫാഷിസ്റ്റ് പ്രക്രിയകളെല്ലാം തന്നെ വളരെ ഭംഗിയായി നടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് തരുന്നൊരു പാഠം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ജനാധിപത്യം എന്ന സംഭവത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ജനാധിപത്യ പ്രക്രിയക്കകത്ത് തന്നെ ഫാഷിസത്തിൻ്റെ ആയിരിക്കുന്ന സിംറ്റംസ് വളരെ കൃത്യമായി അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നത്. ചരിത്രത്തിലെ ജനാധിപത്യത്തിലെ ഒരു വലിയ വിരോധാഭാസമാണത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നക്സലൈറ്റുകളെ മാറ്റി നിർത്തുക? വളരെ സജീവമായി അതിൽ വളരെ സജീവമായി പ്രതിഷേധിച്ചവരാണ്. പക്ഷേ മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് CPI CPA പാർട്ടികളാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഒരു ചാലക ശക്തിയായ ഒരു സമരഭൂമിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയാതെ പോയത്? CPI ഈ സോവിയറ്റ് യൂണിയൻ്റെ പക്ഷം നിന്നതിൻ്റെ ഭാഗമായി അപ്പുറത്ത് പോയിട്ട് സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർ വന്നതിലാണ്. ആ തെറ്റവർ തിരുത്തി ബട്ടൻ്റെ കോൺഗ്രസ് സംഭവം ശരി അല്ലാതെ അതല്ല ഞാൻ പറയുന്നത്. അത് തിരുത്തിയാൽ പോലും വരുന്നൊരു അപകടം എന്തായിരുന്നു എന്നൊരു അപകടം എന്നല്ല, വരുന്ന അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരുന്നു? ശരിക്ക് അതിൻ്റെ കോൺസിക്വൻസസ് ആണ് നാം 1977 വന്നിരിക്കുന്ന ജനതാ പാർട്ടി മന്ത്രിസഭ. അതാണ് ശരിക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് ഇന്ത്യയിൽ ബഹുജന സ്വീകാര്യത ലഭ്യമാക്കി കൊടുത്തിരിക്കുന്ന സമരമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആദ്യമധ്യാന്തമായിരിക്കുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരമാണ്. എന്തുകൊണ്ടാണ് RSS സംഘപരിവാർ ഇന്ത്യയിൽ ശ്രീകുമാർ സാർ അല്ല, RSS ആ കേട്ടില്ല, അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ വെള്ളം ചേർത്തു എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതായത് ചില RSS നേതാക്കൾ എഴുതിയ കത്ത്, അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ എങ്കിലും TG ഉദ്ദേശിച്ചത് അതാണ്. അങ്ങനെ ഒരു വെള്ളം ചേർക്കൽ നടന്നിട്ടുണ്ടോ? അവരുടെ പ്രക്ഷോഭം അത് ആത്മാർത്ഥമായിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് ബാലാസാഹേബ് ദേവർസനെ കുറിച്ച് ഇത്തരത്തിലുണ്ടായ ഒരു പരാമർശങ്ങൾ പലരും പറയാറുണ്ട്. പക്ഷേ എവിഡൻസുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എനിക്കെന്തായാലും ലഭ്യമായിട്ടില്ല. ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ തർക്കത്തിലേക്കും വിതർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെയും വരുന്നൊരു വിഷയം എന്താണെന്ന്, എന്തുകൊണ്ട് CPIM-ന് ഒരു സമരമുഖം ഓപ്പൺ ചെയ്യാൻ സാധ്യമായില്ല എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് സാധ്യമായില്ല? ഈ സാധ്യമാകാത്തതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ടി വളരെ കൃത്യമായി മാസ് പാർട്ടിയായി മാറി. ഒന്ന്. രണ്ട്, പാർലമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ, അതിൻ്റെ സൗജന്യങ്ങൾ, ആ സൗജന്യങ്ങളും നേടി ഭംഗിയായി ജീവിച്ചു പോവുക എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ ചാലക ശക്തിയാക്കാൻ സംഘടനയെ ഉപയോഗിക്കേണ്ടതില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക്, പ്രതിലോമകരമായ ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ ആധാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സന്ദർഭത്തെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് കുരുക്ഷേത്രം പോലുള്ള മാഗസീൻ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഓരോ പ്രവർത്തകരെയും ട്രെയിൻ ചെയ്യിക്കുകയും അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവനെ ഉണ്ടായിരിക്കുന്ന ഒരു ഫീലിംഗ് എവിടെയാണെന്നറിയോ? ശരിക്കും വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രം എന്ന ഫീലിംഗിലേക്ക് ഈ സംഭവത്തെ വളരെ ഭംഗിയായി ഡൈവേർട്ട് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഡൈവേർട്ട് ചെയ്തു.
ഈ രാഷ്ട്രമെന്ന ഫീലിംഗിലേക്ക് ഡൈവേർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് അടിവാങ്ങിയ ഒരൊറ്റ ഒരുത്തരം ഓടിയിട്ടില്ല എന്നുള്ളതാണ്. അടിവാങ്ങിയവൻ ആരും ഓടിയിട്ടില്ല. ഇപ്പം എൻ്റെ പിണറായി എന്ന് പറഞ്ഞ സംഭവത്തിൽ തന്നെ ഒരുപടി രാഷ്ട്രീയ സംഘത്തുകാർ ഭീകരമായി മർദ്ദനമേറ്റ ആൾക്കാരുണ്ട്. ചിലവർ ശാരീരികമായി ഇന്നും പരിക്കനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ഇത്തരം ഒരു സമരമുഖം ഓപ്പൺ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ലീഡർഷിപ്പ് ഉണ്ടായില്ല. ഒന്ന്, സഖാക്കളോട് അതിൻ്റെ അണികളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഒരു പക്ഷേ ചെയ്യുമായിരുന്നിരിക്കാം. പക്ഷേ അവർക്ക് അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രതിജ്ഞാബദ്ധത, ഒരു പ്രതിബദ്ധത അതിനകത്ത് നിർമ്മിക്കുന്നതിൽ പാർട്ടി ലീഡർഷിപ്പ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ ഉന്നയിക്കുന്ന വാദം. ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിന് ശേഷം വന്നിരിക്കുന്ന വിചിത്രമായ സംഭവമാണ് 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ജനതാ പാർട്ടി മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു. AB വാജ്പേയി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി, LK അഡ്വാനി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രിയായി, സുന്ദർ സിംഗ് ഭണ്ട, നാനാജി ദേശ്മുഖ് ലോക്സഭയിലെ ചീഫ് വിപ്പായി. എൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ അങ്ങനെ ചെറിയ കുട്ടിയാണ് ഞാൻ. അപ്പം ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടായപ്പോൾ ഇവർ വളരെ ഭംഗിയായി പിന്നീട് ചെയ്തത് എന്താണ്? ഈ 2024 വരെയുള്ള കാലയളവിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം വളരെ കൃത്യമായി ആസൂത്രിതമായി അവർ അതിൻ്റെ പ്രവൃത്തി നടത്തുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് ചെയ്തത്? മിസ്റ്റർ കോമ്രേഡ് രാജാജി മാത്യൂസ്, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വക നമ്മൾ ചെയ്തില്ല എന്നതാണ്. ഒരു എജിറ്റേഷൻ പോലും മാന്യമായി നടത്താനുള്ള രാഷ്ട്രീയ പ്രതിബദ്ധത അല്ലെങ്കിൽ രാഷ്ട്രീയ തീക്ഷ്ണത ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് നശിപ്പിച്ചതിന് ഉത്തരവാദി ആരെന്ന ചോദ്യം, ഈ ചോദ്യത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാവൂന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ്. ഇതില്ലാതെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്താൽ എവിടെയും നമ്മൾ എത്തില്ല. പകരം എന്താണെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തില്ലേ, ഇത് ചെയ്ത്, ഇതല്ല വിഷയം. മറിച്ച് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രവിശാല മഹാരാജ്യത്തിന്റെ അതിന്റെ ഏറ്റവും വലിയ തിരിക്കുറ്റിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒറ്റ മാത്രമേ ഉള്ളൂ, അവരതിനു വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ പണിയെടുക്കുന്ന അവസ്ഥ മറുപക്ഷത്ത് ഇല്ലാതാവുമ്പോൾ അത് ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് ഒരു പോയിന്റ് കൂടി അതിനകത്ത് പറയാം. ഇപ്പൊ UP യിൽ BJP വലിയ തിരിച്ചടി നേരിട്ടല്ലോ. ഇന്ദ്രപ്രസ്ഥ പത്രത്തിനകത്ത് ഏതാണ്ട് ഒരു ഇലക്ഷന്റെ അവസാന ഘട്ടം വരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടായിരുന്നു, അത് എഡിറ്റോറിയൽ പേജിനകത്ത്. അതിനകത്ത് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ യോഗിയും BJPയിലെ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ചില എന്താ പറയുക പരിശീലകന്മാരുമായി, അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, ഇവരെ പിരിച്ചുവിടുന്നതുമായുള്ള ഒരു തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞ ചെറിയൊരു കുറിപ്പ് വന്നിട്ടുണ്ടാകും അതിനകത്ത്. ഈ കുറിപ്പിൽ അതിന് പറയുന്ന ഒരു സംഭവം ഇത് എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ലേഖനം എഴുതിയിരിക്കുന്ന ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇതിന്റെ പ്രതിഫലനമാണ് വാസ്തവത്തിൽ UP യിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന തിരിച്ചടി. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുണ്ടായിരിക്കുന്ന യോജിപ്പ് വന്നതോടെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായി. ഈ രാഷ്ട്രീയം കൂടി വന്നപ്പോഴാണ് വാസ്തവത്തിൽ എന്ത് സംഭവിച്ചത്? ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് സംഘപരിവാർ അവിടെ വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പിനകത്ത് BJPയുടെ എന്താ പറയുക സ്ഥാനാർത്ഥികളെ അവരെ എന്താ പറയുക അർപ്പണ മനോഭാവത്തോടെ വിജയിപ്പിക്കുന്നതിൽ പങ്കാളിയാവില്ല എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഇന്ദ്രപ്രസ്ഥത്തിനകത്ത് വന്നിരുന്നത്. അതിന്റെ റിഫ്ലക്ഷനും കൂടിയാണ് ഈ സംഭവം വന്നത്. ഇപ്പം ഞാൻ അവിടെയും പറയുന്നത് തെന്നിന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ BJP വളരെ ഗംഭീരമായി തിരിച്ചു വരവാണ് തെന്നിന്ത്യയിൽ നടത്തിയത്. നിങ്ങൾ എടുക്കുന്നതല്ല ഞാൻ അനലൈസ് ചെയ്യുന്നത്. തമിഴ്നാട്ടിനെ വരുന്നത് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഏതാണ്ട് രണ്ട് അക്കത്തിൽ വരെ ശതമാനത്തോളം വരുന്ന വോട്ട് അവർ വർദ്ധിപ്പിച്ചു. ഈ ഓരോ ഘട്ടത്തിൽ പോലും പരിവാർ ഇപ്പോഴും വളരെ കൃത്യമായി ചെയ്യുന്നത് അവർ വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുണ്ടായിരിക്കുന്ന ആശയവ്യക്തത ഇല്ലാതിരിക്കുക. ഈ ആശയവ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ നാം സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്ന് പറയുമ്പോൾ സ്ഥിരമായി പറയാറുള്ളത് നമ്മുടെ ഇന്റർനാഷണൽ ഫീലിംഗ് ആണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? നാഷണൽ ഫീലിംഗേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും നാഷണൽ ഫീലിംഗ് എപ്പോഴും എവിടെയാണ്? കോമ്രേഡ് രാജാജി മാത്യൂസ് അത് യുദ്ധകാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോവിയറ്റ് യൂണിയന്റെ നാഷണൽ ഫീലിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്ത്യക്കാരനെ കൊണ്ടേ കൊടുത്തു നടക്കിയത്. വസ്തുതയല്ലേ? അതുകൊണ്ടായിരുന്നു 1947 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന മുഖ്യധാരയിൽ നിന്ന് കിലോമീറ്റർ ദൂരം അടിച്ച് തെറിച്ചു പോയത്. ഇങ്ങനെ നാം തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ഒട്ടനവധി അപകടങ്ങളുടെ തുടർച്ചയാണ് വാസ്തവത്തിൽ എവിടെയും വന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നിരിക്കുന്ന ഘട്ടത്തിലും അതായത് അതിനെ തുടർച്ചയായി വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ
ഈ ഒരു രാഷ്ട്രീയ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിനെ ഗൗരവമായി സമീപിക്കുക എന്ന സമീപത്തിന് പകരം വളരെ എന്താ പറയുക, ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ആർ ജയിച്ചു തോറ്റു, അത് വിഷയമല്ല, അത് വിഷയം ഒഴിവാക്ക്. അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിപണിയെക്കുറിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നൊരു ആർക്കെങ്കിലും സാധ്യമായിട്ടുണ്ടോ? ഐദർ CPI ഓർ CPIM ഏതാണ്ട് 72ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇന്ത്യക്ക്. 72-80ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? സാധ്യമായില്ല. ഈ സാധ്യമായില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്താകുന്നത്, അത് ദിശയെത്തി പോവുകയും പലപ്പോഴും അത് മറ്റു തരത്തിലുണ്ടായിരിക്കുന്ന വിമർശന ബന്ധാവിലേക്ക് അത് ചുരുങ്ങുകയാണ് ചെയ്യുക. അതായത് ചർച്ചയുടെ ആന്തരികമായിരിക്കുന്ന സത്ത പലപ്പോഴും നമുക്ക് നഷ്ടമായി പോകുന്ന ദുഃഖകരമായ അവസ്ഥ ഉണ്ടായിത്തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അടിയന്തരാവസ്ഥക്കെതിരായി വന്നിരിക്കുന്ന സമരത്തിനകത്ത് സത്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ നക്സലൈറ്റുകാരെയും SUCIക്കാരെയും നമുക്ക് മാറ്റി നിർത്ത്. SUCIക്കാരെ കുറിച്ച് ശിവദാസ് ഘോഷ് അഡ്വാനിയും ഒരേ വിരുദ്ധപ്പെടെ കണ്ടപ്പോൾ അവർ കൃത്യമായി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഞാൻ അഡ്വാനി പറഞ്ഞത് ഇന്ത്യയിൽ CPIM ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയം SUCI ആണെന്ന് കൃത്യമായി ശിവദാസ് ഘോഷിനോട് പറഞ്ഞതായിട്ട് ഡോക്യുമെന്റ് ഉണ്ട്. ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ രീതി കെട്ടിപ്പടുക്കാൻ സാധ്യമാവാതിരുന്നു കഴിഞ്ഞാൽ തിരിച്ചടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ തിരിച്ചടികൾ മാത്രമായി ഉണ്ടാവുമ്പോൾ ഏറ്റവും ദുർബലമായ വാദങ്ങൾ മാത്രം ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുക എന്നല്ലാതെ ബേസിക്കായ വിഷയത്തെ തൊട്ട് സംസാരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ രൂപം കൊള്ളുകയും അത് ആത്യന്തികമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള പരിമിതിയെ കുറെ കൂടി ദുർബലമാക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ നമ്പ്യാർ.